നമ്മളൊക്കെ പാട്ട് പാടുന്നവരാ. ആരാ പാട്ട് പാടാത്തില്ലേ? ഇന്നിപ്പം ഇവിടെ വന്നപ്പോഴും നമ്മൾ ആദ്യം പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. പക്ഷേ ആ പാട്ടിൻ്റെ ചില മഹത്വം നിങ്ങൾ ഓർക്കണം. പാടുക എന്നുള്ളത് ഇറ്റ്സ് എ കമാൻഡ് അല്ലേ? അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും ഹൃദയത്തിൽ കർത്താവിന് പാട്ട് പാടുവിൻ. സങ്കീർത്തനം പിന്നെ പറയേണ്ട ആവശ്യമില്ല. യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവിൻ, ഉച്ചത്തിൽ ആർപ്പിടുവിൻ അല്ലേ? അപ്പോൾ നന്നായി വാദ്യം വായിപ്പിൻ, സ്കിൽഫുള്ളി പ്ലേ ദ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓക്കെ, സിങ് ജോയ്ഫുള്ളി. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴൊരു ദൈവവൈതൽ ദൈവത്തിന് സിങ് ടു ദ ലോഡ് എന്നാണ് അല്ലേ? കർത്താവിന് പാടുവിൻ അല്ലേ? കർത്താവിന് പാടുവിൻ, ദൈവത്തിന് പാടുവിൻ എന്നാണ്. അപ്പം കർത്താവിന് പാടണമെന്നുള്ളൊരു കൽപ്പനയാണ്. നമ്മൾ ആദ്യം അരമണിക്കൂർ, നമ്മുടെ പ്രശ്നം ഈ ആരാധന യോഗങ്ങളിലൊക്കെ ആദ്യത്തെ അരമണിക്കൂർ ഒരു കാര്യപരിപാടിയിലൊരു ഐറ്റമാണ്, അജണ്ട ഐറ്റമാണ്. എന്താണ്? പ്രൈസ് ആൻഡ്. അങ്ങനില്ല. ഞാൻ പറയുമായിരുന്നു, ഈ ജിമ്മിൽ പോകുന്ന എത്ര പേരുണ്ട്? കൈവക്കണ്ട. ഈ ജിമ്മിൽ പോകുമ്പം ചെന്ന പാടെ ചെന്ന് വലിയ വർക്കൗട്ടൊന്നും ചെയ്യത്തില്ല. ചെന്ന പാടെ ഒരു 10 മിനിറ്റ് എന്താണ് വാമപ്പ് എന്ന് പറയും. അതുപോലെ നമ്മുടെ സഭകളിലൊരു ചെറിയ പ്രശ്നം, ഈ പാട്ട് ശുശ്രൂഷ എന്താണ്? വാമപ്പ്. ആദ്യത്തെ അരമണിക്കൂർ വാമപ്പ്. ഈ വാമിങ് അപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത പരിപാടി. പിന്നെ വേറെ എന്തുണ്ട്? എന്താണെന്നറിയാമോ? ഈ പാട്ട് പാടുന്നത് ഫില്ലർ. ഫില്ലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടിനിടയിൽ തേങ്ങ ഇടുന്ന പോലെ ഈ പറഞ്ഞ ശുശ്രൂഷയ്ക്ക് ഇടയ്ക്ക് ഫില്ലറായിട്ടാണ് പാട്ട്. പണ്ട് ഞാനൊക്കെ വന്ന പെന്തക്കോസ് അല്ലേ, ഈ പാസ്റ്റർക്ക് ചിലപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് തൊണ്ട വെള്ളം കുടിക്കണം. അപ്പോൾ ചൂടുവെള്ളം ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഈ ഫ്ലാസ്കിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു ഗ്യാപ്പ് വരും. ഉടനെ അവിടെ ഒരു പാട്ട് തുടങ്ങും. ആ പാട്ട് എന്തായിരുന്നു? ആത്മനിയോഗത്തിൽ പാടിയ പാട്ടല്ല. അതെന്തായിരുന്നു? ഫില്ലറായിരുന്നു. കാരണം പാസ്റ്റർ വെള്ളം കുടിച്ച് ചൂടുവെള്ളം കുടിച്ച് തൊണ്ടയൊന്ന് ശരിയാക്കിയിട്ട് വേണം ബാക്കി പ്രസംഗിക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ ആ ഗ്യാപ്പിൽ എന്ത് പാടി? ഇതിനൊന്നുമല്ല പാട്ട് പാടേണ്ടത്. പാട്ട് പാടേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പന. ഇറ്റ്സ് എ കമാൻഡ്, സിങ് എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പന. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുക. പക്ഷേ അവിടെ പാടുമ്പം അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യമുണ്ട്. അത് ദൈവത്തിന് പാടണം. 2, അത് ഹൃദയത്തിൽ നിന്ന് പാടണം. അടുത്തത് അന്യോന്യം പാടണം. ഇനി ചോദിച്ചോട്ടെ, അന്യോന്യം പാടുന്ന പാട്ടുകൾ ഏതാ? ആലോചിച്ച് പല പാട്ട് നമ്മളെല്ലാം വന്നിക്കുമ്പോഴേ കണ്ണുടച്ച് മുകളിലോട്ട് നോക്കി അങ്ങ് പാടുക. വരിക ഈ നല്ല സമയം. ആരാ വരാനായി പറഞ്ഞേ അല്ലേ? യേശു വിളിക്കുന്നു. ചിലർ യേശു വിളിക്കുന്നു പാടുന്ന കണ്ടിട്ടുണ്ട്. ഇവിടെ പാടാറില്ല അങ്ങനെ. പക്ഷേ അത് കോണ്ടെക്സ്റ്റ് അല്ലാത്തതുകൊണ്ടാണ് പാടാത്തത്. പലരും യേശു വിളിക്കുന്നത് എങ്ങോട്ടാണ് നോക്കി പാടുന്നത്? മുകളിലോട്ട് നോക്കിയിട്ട് ആരോടായി വിളിക്കുന്നത് നമ്മൾ അല്ലേ? നമ്മുടെ പല പാട്ടുകൾ നോക്കിയാൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് അന്യോന്യം പാടുന്ന പാട്ടുകളുണ്ട്. ചിലപ്പോൾ നമ്മളോട് പാടുന്ന പാട്ടുണ്ട്. എൻ മനമേ എന്നുള്ളമേ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ എന്നോട് തന്നെ പറയുന്നത്. അപ്പോൾ എന്നോടുള്ളതുണ്ട്, ദൈവത്തോടുള്ളതുണ്ട്, അന്യോന്യമുള്ളതുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഞാൻ പറയാൻ വന്ന ഒറ്റ പോയിൻ്റാണ്, ഞാൻ ഇത്രയേ ഉള്ളൂ. അവർ കോർപ്പറേറ്റ് വേർഷിപ്പ് ഷുഡ് ബി വെരി മച്ച് ഇവാഞ്ചലിസ്റ്റിക് ഓൾസോ. അതിന് ഞാനൊരു ഉദാഹരണം രാവിലെ പറഞ്ഞു. ബോംബെയിലുള്ളൊരു ബ്രദറൻ ചർച്ചാണോ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചാണോ ഞാൻ മറന്നുപോയി. ബോംബെ ബാപ്റ്റിസ്റ്റ് ചർച്ചാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ആ ചർച്ച് ബോംബെ പട്ടണത്തിൽ തുടങ്ങിയപ്പം വൈകുന്നേരം ഒരു ഹാളിൽ അവർക്കൊരു ആരാധനയുണ്ട്. പക്ഷേ ആരാധനയ്ക്ക് 1 മണിക്കൂർ മുമ്പ് അവർ റോഡിലോട്ട് ഇറങ്ങി സഹോദരന്മാരെല്ലാം കൂടെ പുറത്തോട്ട് റോഡ് സൈഡിൽ നിൽക്കും. എന്നിട്ട് ഒരാളൊരു വയലിൻ കൊണ്ടുവരും, ഒരാൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു പിയാനോ അക്കോർഡിയൻ കൊണ്ടുവരും. എന്നിട്ട് അവർ മനോഹരമായിട്ട് റോഡ് സൈഡിൽ നിന്ന് പാടും. നല്ല ക്രിസ്തീയ ഗാനങ്ങൾ പാടും. അത് ചിലതൊക്കെ ഇവാഞ്ചലിസ്റ്റിക്കാണ്. ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റിയും കർത്താവിൻ്റെ ശക്തിയെപ്പറ്റിയും അല്ലേ, കർത്താവിൻ്റെ ഇതെല്ലാം അങ്ങനെ പാടും. അപ്പോൾ പതുക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നവരൊക്കെ നിന്നൊന്ന് കേൾക്കും. അപ്പോൾ കുറച്ചുകൂടെ അടുത്തോട്ട് വന്ന് കേൾക്കും. ചുരുക്കി പറഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേക്കും നല്ലൊരു ക്രൗഡ് അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഉണ്ട്. 7 മണിയാകുമ്പോൾ അതിലൊരു സഹോദരൻ പതുക്കെ പാട്ട് നിർത്തിയിട്ട് പറയും, സഹോദരന്മാരെ ഇത്ര നേരം പാട്ടൊക്കെ കേട്ടു, നന്ദി, ഓക്കെ, ഇനി ബാക്കി പാട്ട് അകത്തോട്ട് വന്നാട്ടെ, നമുക്ക് പോയി ബാക്കി പാടാം എന്ന് പറഞ്ഞിട്ട് അവർ നേരെ നയിച്ചങ്ങ് അകത്തോട്ട് കൊണ്ടുപോകും. എവ്രി സൺഡേ ഈവനിങ് എ ന്യൂ ക്രൗഡ് വിൽ ബി അറ്റൻഡിങ് ദ പ്രെയർ. അവിടെ എന്ത് പറ്റുമെന്നറിയാമോ? ഇതിനെ കുറച്ച് പാട്ട് അവിടെയും ബാക്കി പാടി അവിടെ ദൈവത്തിൽ നിന്ന് സുവിശേഷം എന്നൊരു ചെറിയ ഭാഗം അവിടെ അവതരിപ്പിച്ച് ഒരു ഓൾട്ടർ കോളും കൊടുക്കും. എന്തുപറ്റി? ആരെങ്കിലുമൊക്കെ കൈപൊക്കി അവർ മുന്നോട്ട് വന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കും. അങ്ങനെയാണ് സഭ വളർന്നത്. എൻ്റെ ചോദ്യം, എത്രത്തോളം നമ്മൾ പുറത്തു പോയി പാട്ട് പാടുന്നു? ക്രിസ്മസിന് എല്ലാവരും വീട്ടിൽ ചെന്ന് പാട്ട് പാടാനും കാശ് മേടിക്കാനും പൊട്ടടിക്കാനുമാണ് ക്രിസ്മസ് കരോള് അല്ലേ? ഇന്ന് അതിനല്ലാതെ ഒരു സാക്ഷ്യമായി പുറത്ത് നിന്ന് പാട്ട് പാടാൻ എത്ര പേരുണ്ട്?
ഇപ്പോൾ ഞാൻ പറയായിരുന്നു ഇവിടെ വന്ന് പാട്ട് പാടാൻ ഇപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ഇവിടെ ഉപകരണങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഈ കയറി വരുന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റല്ലേ, ജനം ഇഷ്ടം പോലെ വരും അല്ലേ, ക്രിസ്മസിൻ്റെ ആഴ്ച വൈകിട്ട് പോയിട്ട് എത്ര പേർക്ക് അവിടെ ഒരു മൂലയിലോട്ട് വന്ന് നിന്ന് വൃത്തിയായിട്ട് നിന്ന് കുറച്ച് പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക പറ്റുമോ? അത് വയ്യ, ആരെങ്കിലും പാടിയത് വന്നെന്ന് കേൾക്കാം, അതല്ല. അവിടെ വന്നെന്ന് യേശുവിനെ പറ്റി ഞാൻ പാടാം, ഞാനും ഭാര്യയും കൂടെ വരാം, ഞങ്ങൾ രണ്ടും കൂടെ പാടാം. വലിയ സ്വരമൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് പിടിച്ച് പാടാമെന്നുണ്ടെങ്കിൽ പോരെ, നിങ്ങളെ പഠിപ്പിക്കാം. അങ്ങനെയെങ്കിൽ ഈ പട്ടണത്തിൽ പല ഭാഗങ്ങളിൽ പണ്ടൊക്കെ പരസ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. പരസ്യങ്ങൾക്ക് ആ കൂടി ഉണ്ടായിരുന്ന 2 ഇൻസ്ട്രുമെൻറ്റേ ഉള്ളൂ. ഒന്ന് ഏതാണ്? തമ്പേർ. അടുത്തതെന്താണ്? അതുണ്ടെങ്കിൽ രക്ഷോട്ട് അല്ലേ. ഇത് രണ്ടും കൂടെ ചേർന്ന് സകല തെരുക്കളിൽ നിന്ന് ഇപ്പം നല്ല പാട്ടുകൾ പാടുമായിരുന്നു അല്ലേ. യേശുവിനെ ഉയർത്തിക്കൊണ്ട് പാട്ടുപാടും, ദൈവം ആരാണെന്ന് പാട്ടുപാടും, ദൈവസ്നേഹത്തെക്കുറിച്ച് പാട്ടുപാടും, രക്ഷയുടെ ആവശ്യകതയെക്കുറിച്ച് പാട്ടുപാടും. ഇതെല്ലാം പാടുമ്പോൾ ആരെങ്കിലും മുന്നോട്ട് വന്ന് ഒരു താല്പര്യം കാണിക്കുമ്പോൾ അവരോട് യേശുവിനെ പറ്റി പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നയിക്കുമായിരുന്നു. ഇന്ന് സഭകൾ ഈ പരിപാടിയെല്ലാം വിട്ടിരിക്കുക. ഇന്ന് ആർക്കും പരസ്യവും വേണ്ട അല്ലേ, ഭവനം തോറും സന്ദർശിച്ചുള്ള അങ്ങനത്തെ ഒരു സുവിശേഷീകരണവുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പക്ഷേ ക്രിസ്മസ് പോലത്തെ അവസരങ്ങൾ സഭയ്ക്ക് നല്ല അവസരങ്ങളാണ്. കാര്യം ഈ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട് അല്ലെ, ആരും നമ്മളെ പിടിച്ചു നിർത്തത്തില്ല. പക്ഷേ ഇങ്ങനെ ഈ പാട്ടിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യൂത്തൊക്കെ അവർ പല ഔട്ട്റീച്ചസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനോട് ചേർന്ന് ഈ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും, ഓൺലൈനിൽ കേൾക്കുന്നവരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരുവനന്തപുരം പട്ടണത്തിൽ ഈ ക്രിസ്മസ് സമയത്ത് കർത്താവിൻ്റെ സാക്ഷിയായി ഏതെങ്കിലും തരത്തിൽ, അത് പ്രത്യേകിച്ച് സംഗീതം, അത് മാത്രമാണ് ഞാനിപ്പം പറഞ്ഞത്, മ്യൂസിക്കിലൂടെ എന്തെങ്കിലും ഒരു ഔട്ട്റീച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് us. നമുക്കതിനൊരു പരിപാടി ഉണ്ടാക്കാം. പക്ഷേ കണ്ടീഷൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നു, നിങ്ങളൊരു താല്പര്യം കാണിച്ചാൽ അതിൽ മുന്നിൽ നിൽക്കാനോ കൂടെ നിൽക്കാനോ തയ്യാറുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലാതെ ഐഡിയാസ് ഒന്നും ഇവിടെ കൊണ്ട് തരണം. നിങ്ങൾക്ക് വേണേൽ ഐഡിയാസ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം, ഐഡിയാസിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ ഈ ഐഡിയാസ് മുന്നോട്ടെടുക്കാൻ നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് സഭയിൽ പോകുന്നവരും ആയിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ സാക്ഷിയാവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒന്ന് എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നിന്ന്, കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ പാടി സ്തുതിക്കുവാൻ, അങ്ങേ വാഴ്ത്തി പാടുവാൻ അവിടുത്തെ ഒരു അവസരം തന്നതിനായിട്ട് സ്തോത്രം. എത്ര ഭാഗ്യമാണപ്പാ അങ്ങയുടെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം. വെളിപ്പാട് പുസ്തകം ഒരു വാക്യമുണ്ട്, അതൊന്ന് വായിക്കാതെ പോയാൽ ശരിയാകത്തില്ലല്ലോ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യം, റെവലേഷൻ ചാപ്റ്റർ 7 വേഴ്സ് 9 and 10. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യം. ഇതിൻ്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. കേട്ടോ, അവിടെ യോഹന്നാൻ പറയാം, ഞാൻ വലിയ എണ്ണിക്കൂടാത്ത പുരുഷാരം നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്തായിരുന്നു യൂണിഫോം? വെള്ള നിലയങ്കി. നിങ്ങൾ ഇവിടെ വെച്ച് കളറൊക്കെ ഇട്ടോ, പക്ഷേ അവിടെ ചെല്ലുമ്പം ഒന്നാമത് ഇവിടുന്ന് തുണി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു തുണി തരും, അത് വെള്ളയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ഇരുണ്ട്. അച്ഛൻ വെള്ളം ഇട്ടപ്പോൾ എന്ത് മനോഹരമുണ്ട്, ഒരു മാലായപ്പോലുണ്ട് അല്ലേ. നമ്മുടെ ഗ്ലോറി ആൻറ്റി വെള്ള സാരി എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനൊരു ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പം നിങ്ങൾ ആരും ഒഫൻഡഡ് ആവരുത്, വെള്ള നിലയങ്കി തരും. അതിൻ്റെ കൂടെ ഒന്നും കൂടെ തരും, കയ്യിലൊരു, അത് ഓശാന ഞായറിന് കിട്ടുന്ന സാധനമല്ല, അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ്. അത് വലിയ കുരിശാണ്. അടുത്ത വാക്യം രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ ഒതുക്കത്തിൽ പാടുമെന്നല്ല, അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. സ്വർഗത്തിൽ എണ്ണിക്കൂടാതെ വണ്ണമുള്ള വലിയ ഒരു ജനസമൂഹം അന്നവർ പാടുന്നൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്ന ആ സന്ദർഭത്തിൽ ഞാനും നിങ്ങളവിടെ കാണണം. വി ഷുഡ് ഓൾസോ ബി ദേർ so that we will also be singing along with that big mass choir അല്ലേ. ആ വലിയ ഗായസംഘത്തോടെ ചേർന്ന് അവിടെ പാടും. പക്ഷേ അവിടെ പാടുന്ന പാട്ട് ഏതാണെന്നറിയാമോ? ഈ സ്വർഗത്തിലെ പാട്ട് വളരെ ചെറുതാട്ടോ. സാൽവേഷൻ ബിലോങ്സ് ടു ദ ലോർഡ് ആൻഡ് അൺടു ദ ലാംബ്. ഇത്രയേ ഉള്ളൂ. ബൈബിളിൽ ദൈവം പറഞ്ഞിട്ട് പാടിയ പാട്ടുകളൊക്കെ ചെറുതാണെന്നേ. യഹോശാഫാത്ത് പോയി യുദ്ധത്തിൽ ശത്രുവിനെതിരെ പോയി പാടി ജയിച്ചു. പക്ഷെ പാടിയ പാട്ട് ഏതാണെന്നറിയാം? 2 വരി. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ
ഇത്രയേ ഉള്ളൂ. കോറസേ പാടിയുള്ളൂ, അവിടെ ജയിച്ചു. നമ്മൾ പാട്ട് ദിവസം മുഴുവൻ പാടിയിട്ട് നമുക്ക് ജയമില്ല. ഒരു കോറസ് പാടിയപ്പോൾ അവിടെ ജയം കിട്ടി. സ്വർഗത്തിൽ ഒരു പാട്ടേ ഉള്ളൂ, സാൽവേഷൻ ബിലോങ്സ് ടു ദ ലോർഡ്. രക്ഷ എൻ്റെ ദൈവത്തിനുള്ളത്, കുഞ്ഞാടിനുള്ളത്. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും വായി തുറന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. വായി തുറന്ന് എല്ലാവരും വായി തുറന്ന് അവിടെ അത്യുച്ചത്തിൽ ആർത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ മടി കാണിക്കണ്ട. നമുക്കത് വായി തുറന്ന്, എൻ്റെ ദൈവമേ ഞാനങ്ങേ സ്തുതിക്കുന്നു, യേശുവേ ഞാനങ്ങേ സ്തുതിക്കുന്നു, യേശുവേ ഞാനങ്ങേ സ്തുതിക്കുന്നു. കുഞ്ഞാടേ, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം, കുഞ്ഞാടിന് മഹത്വം. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.